പഞ്ചരത്നത്തിലെ നാളത്തെ ഉച്ചയൂണിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകും. പെട്ടെന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട, ഇതൊരാളും അറിയാൻ പോകുന്നില്ല. ഒരിക്കലും ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കെമിക്കലാണ് ഭാസ്കറിന്റെ കയ്യിൽ ഞാൻ തരാൻ പോകുന്നത്. ലക്ഷങ്ങൾ കയ്യിൽ വരും എന്നെ ഒന്ന് സഹായിച്ചാൽ, എൻ്റെ കൂടെ നിന്നാൽ. തനിക്ക് കുഴപ്പമൊന്നുമില്ല, BP ഒക്കെ നോർമലാണ്. ടെമ്പറേച്ചർ നോക്കിയില്ലായിരുന്നോ? നോക്കിയിരുന്നു ഡോക്ടർ, നോർമലാണ്. ഈസ് ഹെൽത്തി. അയ്യോ അല്ലല്ല, ഞാൻ ഒട്ടും ഹെൽത്തി അല്ല. എന്തൊരു ക്ഷീണമാണെന്നറിയോ? അത് കാര്യമാക്കാനില്ല. വീട്ടിൽ ചെന്ന് 2 ദിവസം ബെഡ് റെസ്റ്റ് എടുത്താൽ മതി. ഇനി വൈറൽ ഫീവറിലും വന്നാലോ? ഒന്നും വരില്ല. ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോ ബോഡി ഒന്ന് റിയാക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. നൗ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എന്തായാലും ഇന്നിപ്പോ ഡിസ്ചാർജ് ചെയ്യുന്നില്ല, നാളെ രാവിലെ പൊയ്ക്കോളൂ. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെങ്കിൽ നല്ലല്ലേ ഡോക്ടർ? ബില്ലെല്ലാം സെറ്റിൽഡ് ആണ്. ഇന്ന് പോണമെന്നുണ്ടോ? ഇല്ലില്ല, ഞാനിപ്പോ പോകുന്നില്ല. രാത്രിയിലെങ്ങാനും പനി വീണ്ടും വന്നാലോ? ഓക്കെ, ഇനി എന്തായാലും പെട്ടെന്ന് പനിയൊന്നും വരില്ല. എന്നാലും ഇന്നിനി പോണ്ട, നാളെ ഡിസ്ചാർജ് ചെയ്യാം. അതെ, അങ്ങനെ വീണ്ടും ഓടിയെത്താൻ പനിക്ക് കയ്യും കാലും ഒന്നുമില്ല. അറിയാം. മര്യാദയ്ക്ക് നാളെ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഓടി. എന്തോന്ന്? ഒന്നുമില്ലേ. ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ ഭാസ്കര. പിശുക്കിന് കയ്യും കാലും വച്ച നീ എനിക്കിന്ന് ഈ റൂഫ് ടോപ്പിൽ വിളിച്ചോണ്ട് വന്ന് ചെലവ് ചെയ്യുന്ന എന്ത് പറ്റി നിനക്ക്? എത്രയോ തവണ നീ എനിക്ക് പെഗ് വാങ്ങി തന്നിരിക്കുന്നു. ഒരു തവണയെങ്കിലും ഞാൻ വാങ്ങി തരണ്ടേ? അതല്ലേ അതിന്റെ മര്യാദ. ഈ കടമ കാണിക്കാൻ നിനക്ക് ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടി? സത്യത്തിൽ നിന്റെ കൈ കാശുണ്ടാ? അത് ബില്ല് വരുമ്പോ കൈ മലർത്തോ? ഇത് കണ്ടാ നീ? 50,000 ഇത് അഡ്വാൻസ്. കാര്യം നടത്തി കഴിഞ്ഞാൽ ബാക്കി 1.5 കൂടെ കൈ വെച്ച് തരും. എന്ത് കാര്യം നടത്തിയാല്? അതൊന്നും പറയാൻ പാടില്ല, രഹസ്യം. രഹസ്യമായി വെക്കണം. തല പോയാലും രഹസ്യം പറയാൻ പാടില്ല. പോലീസ് അറിഞ്ഞാ തീർന്നു. നീ എന്താ ആരെങ്കിലും തല്ലാനാ കൊല്ലാനാ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്? തല്ലേം കൊല്ലൊന്നുമില്ല, ഛർദിപ്പിക്കും. വാള് വെച്ച് ആശുപത്രിയിലാവും. ഒരാളല്ല, പഞ്ചരക്തത്തിൽ നിന്ന് ഊണ് കഴിക്കുന്ന എല്ലാരും. നീ എന്തൊക്കെയാ ഭാസ്കര പറയുന്നേ? ഈ പഞ്ചരത്നം എന്ന് പറയുന്നത് നീ ജോലി ചെയ്യുന്ന ഹോട്ടലല്ലേ? അതെ, എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന ഹോട്ടൽ. 5 പെണ്ണുങ്ങളും ഒരു പട്ടിയുടെ വില തരുന്നില്ല എനിക്ക്. നാളെ ഉച്ചയ്ക്ക് ഭാസ്കരൻ ആരാണെന്ന് അവളുമാരറിയും. ഭാസ്കര, പതുക്കെ. നീ പൊട്ടത്തരാ പറയുന്നത്, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതെത്ര ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല. നാളെ ഉച്ചയ്ക്ക് ഹോട്ടൽ പഞ്ചരക്തത്തിന്റെ സാമ്പാറിൽ ഇവനെ ഞാൻ കലക്കും.
പിന്നെ അവിടെ ഊണ് കഴിക്കാൻ വരുന്നവരൊക്കെ ഓടിത്തള്ളും. ഇത് ശരിയല്ല ഭാസ്കര, ഇത് വലിയ കുഴപ്പങ്ങളാവും. നീ അഴിയെണ്ണും. അഴിക്കകത്തൊന്നും പോകില്ല. 5 എണ്ണത്തിനെ ഞാൻ പാഠം പഠിപ്പിക്കും. നാളത്തോടെ പഞ്ചരത്നം പൂട്ടും. ഞാൻ പൂട്ടിക്കും. നീ എന്നെ തടയല് വിഷ്ണു. എനിക്കും ജീവിക്കണം കാശുകാരനായിട്ട്. ഇതാരാ നിന്നെ ഈ ദ്രോഹം ചെയ്യാൻ വേണ്ടി അപ്പിച്ചത്? അതാണ് രഹസ്യം, പറയാൻ പറ്റത്തില്ല. തല പോകുന്ന രഹസ്യം. തല. അമ്പികേ, ദേ സുമേഷ് എത്തി. എടാ മോനെ, എടാ മോനെ, ഇതെന്താ ഇത്ര വൈകിയെന്ന് വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും. ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു അച്ഛാ, അതാ വൈകിയേ. ഓ, എത്ര നേരം ഇവിടെ നോക്കിയിരിക്കുന്നു. മോനെ മോനെ, നിനക്ക് സുഖാണോടാ? ഓ, സുഖായിരുന്നു അമ്മേ. നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയി. അതമ്മയ്ക്ക് വെറുതെ തോന്നുക, ഒരുപാട് നാൾ കഴിഞ്ഞ് കാണുന്നതല്ലേ. ഇനി നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല, ഇവിടെ നിന്നാ മതി. ആ, അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം അമ്മേ. ഏട്ടാ, നീ എന്താടാ മിഴിച്ചു നോക്കുന്നേ? 3 വർഷമായില്ലേട്ടാ കണ്ടിട്ട്, അതുകൊണ്ടൊന്ന് നോക്കി ഇന്ന് പോയതാ. നീ ആ വണ്ടിയിൽ നിന്ന് ലഗേജും കിടത്തെ. വരുന്ന വഴിക്ക് ജംഗ്ഷനിലൊന്ന് വണ്ടി നിർത്തി. എന്റെ കൂട്ടുകാരെ 1-2 പേരെ കണ്ടിരുന്നു. ആ രമേശൻ കാണുമ്പോൾ എപ്പോഴും ചോദിക്കും, നീ എന്നാ വരുന്നേന്ന്. ആ, വന്ന കാലിൽ നിൽക്കാതെ നീ അകത്തോട്ട് കയറി വന്നേ. അതെ. ബാക്കി കാര്യം പറച്ചിലൊക്കെ കഴിച്ചിട്ട് പറയാം. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ട വറുത്തരച്ച നാടൻ കോഴിക്കറി വെച്ചിട്ടുണ്ട് ഞാൻ. വാ. വാടാ, കയറി വാ. നീ ഇതൊന്ന് നോക്കിയേ. 3500 ചേച്ചി. സുമേഷ് ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നത് ഇനി നമ്മൾ മാത്രമേ അറിയാനുള്ളൂ. വരുന്ന വഴി ജംഗ്ഷനിൽ ഇറങ്ങി പരിചയക്കാരെയൊക്കെ കണ്ടിട്ടാ വീട്ടിലേക്ക് പോയെന്ന്. നീ എങ്ങനെ ഇതറിഞ്ഞു? ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോ 2-3 പേര് പറഞ്ഞു. ഈ വഴിയല്ലേ പോയത്, ഇവിടുന്ന് കയറിയിട്ട് പോയായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എത്ര കാലം കൂടി വരുന്നതാ. ആദ്യം സ്വന്തം വീട്ടിൽ ചെന്ന് അച്ഛനമ്മയല്ലേ കാണണ്ടേ. നാട്ടുകാരെ കാണാൻ സമയമുണ്ടല്ലോ. അതെ, വരുന്ന വിവരം നമ്മളൊന്ന് ഫോൺ വിളിച്ചു പോലും അറിയിച്ചില്ല. ഓരോരോ തിരക്കുകളായിരിക്കും മോളെ. നമ്മൾ എന്ത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എന്തിന്? ഇവിടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. സുമേഷേട്ടൻ വരുന്നത് നമ്മൾ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമല്ല. ലീവ് ഇറ്റ്. നീ എന്താ വന്ന് കിടക്കാത്തത്? നേരം കുറച്ചായില്ലേ? കിടന്നാൽ ഉറക്കം വരാത്ത രാത്രിയാ എനിക്കിന്ന്. ചന്ദ്ര, ഇന്ന് രാത്രി ഒന്ന് പിന്നിട്ട് കഴിഞ്ഞോട്ടെ. എനിക്ക് വേണ്ടി ഉദിക്കും കിഴക്ക്, അസ്തമിക്കുന്ന പടിഞ്ഞാറും എനിക്ക് വേണ്ടി തന്നെയായിരിക്കും. പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ ചന്ദ്ര, നാളെ ഒരു പകലെരിഞ്ഞടങ്ങുമ്പോ പഞ്ചരത്നം അവസാനിച്ചിരിക്കും. എന്താ ഉദ്ദേശിക്കുന്നത്? എന്തുദ്ദേശിച്ചാലും അത് നമുക്ക് വേണ്ടിയായിരിക്കും. അച്ഛനെ തള്ളിപ്പറഞ്ഞ മക്കളോട് ചന്ദ്രൻ ഓവർ സെന്റിമെന്റ്സ് കാണിക്കാതിരുന്നാ മതി. എനിക്ക്
ഒരു സെന്റിമെന്റ്സും ഇല്ല. അതൊക്കെ അവസാനിപ്പിച്ചിട്ടല്ലേ ഞാൻ നിന്നെ കൂടെ കൂട്ടിയത്. നിനക്കപ്പുറം എനിക്കൊരു വാക്കില്ല. ചന്ദ്ര, മക്കളെയും മക്കളോടുള്ള അടുപ്പവും മാറ്റിവെച്ച നമ്മള് ഭരിക്കും പഞ്ചരത്നം. എന്നിട്ട് അതിന്റെ പേര് മാറ്റി ചന്ദ്രനും കലാവതിയുമാക്കും. ചന്ദ്രകലാരത്നം. കൂടെ ഉണ്ടായാൽ മതി, കൂടെ നിൽക്കണം ചന്ദ്രൻ. ഞാൻ എന്ത് കാര്യത്തിനും നിന്റെ കൂടെ തന്നെ ഇല്ലേ? ഉണ്ടായിരിക്കണം. ആ തല്ലിപ്പൊളി ഹോട്ടലൊക്കെ പൊളിച്ചടുക്കി നമ്മള് ചന്ദ്രകലാരത്നം തുടങ്ങും. ഹെറിറ്റേജ് ഹോട്ടൽ സമുച്ചയം. എതിരൊന്നും പറയാതെ ചുമ്മാ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. ഞാൻ കാണിച്ചു തരാം കലാവതിയുടെ കഴിവ്. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ചന്ദ്ര, പഞ്ചരത്നത്തിലെ നാളത്തെ പാചകം എന്റെ കയ്യിലാ, എന്റെ ഓൺ കസ്റ്റഡിയില്. ഇതും തുടച്ചു വെക്കേ. ഭാസ്കരേട്ടാ, അഭിമന്യു നിന്ന് പാചകം ചെയ്യുന്നത് കണ്ടതാണല്ലോ. നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്ന പാചക ഏറ്റവും കേമമെന്ന്. നമ്മളെയൊക്കെ കൊള്ളാവുന്നവർ വരുമ്പോഴാ നമ്മുടെ കുറവ് മനസ്സിലാവുന്നത്. ഞാൻ തീരെ മോശമാണെന്നാണോ? അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അഭിമന്യുവിന്റെ പാചകത്തിന് രുചി കൂടുതലായിരുന്നു. അന്ന് ഊണ് കഴിക്കാൻ വന്ന എല്ലാരും പ്രത്യേകം പറഞ്ഞില്ലേ, അയാൾ ഉണ്ടാക്കിയ അവിയലിന് നല്ല സ്വാദാണെന്ന്. ചില കൂട്ടുകളെ ഒരു കയ്യളവാ ഭാസ്കരേട്ടാ, അതിനീ കൈപ്പുണ്യം എന്നൊക്കെ പറയും. അന്ന് അഭിമന്യു പറഞ്ഞതനുസരിച്ച് ഇന്ന് ചേട്ടൻ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയേ, എങ്ങനെ ഉണ്ടാവുന്നു നോക്കാലോ. എന്നെ താറടിച്ച് കാണിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം. പഞ്ചരത്നത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരുപാട് ഛർദില് വീഴും. ഭാസ്കരേട്ടാ, ഞാൻ സഹായിക്കണോ? എല്ലാരും കൂടെ സഹായിച്ച് നമ്മളിപ്പോ കൊള്ളാത്തവനായി. വരുത്തൻ രാജാവും. ഇതെന്തു പറ്റി ഭാസ്കരേട്ടാ ഇങ്ങനൊരു സംസാരം? ആ, അതങ്ങനെ. ഇന്ന് അഭിമന്യു പറഞ്ഞതനുസരിച്ചേ ഒന്ന് സാമ്പാർ വെച്ച് നോക്കാൻ അമൃതേച്ചി പറഞ്ഞു. അത് ഭാസ്കരേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കറുവാ. അതിനിങ്ങനെ പെണങ്ങണോ ഭാസ്കരേട്ടാ? ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടപ്പെടാത്ത? ഒന്ന് മാറ്റി പിടിച്ച് നോക്കുന്നേ. ടേക്ക് ഇറ്റ് ഈസി. മഹേന്ദ്രൻ എന്താ പറഞ്ഞു വരുന്നത്? കൃത്യമായിട്ട് കാര്യങ്ങൾ പറ. അതായത് പഞ്ചരത്നത്തിലെ പാചകക്കാരൻ ഇന്ന് ഉച്ചയൂണിനുള്ള സാമ്പാറിൽ വിഷം ചേർക്കും. ചുരുക്കം പറഞ്ഞ കഴിക്കുന്നവർക്കെല്ലാം ഭക്ഷ്യവിഷബാധ. കഴിക്കുന്നവരെല്ലാം തട്ടിപ്പോവോ? ഹേയ്, ഇല്ലില്ല. മരിക്കാൻ പാകത്തിലുള്ള വിഷബാധയൊന്നും ആർക്കും ഉണ്ടാവില്ല. ഛർദിയും വയറിളക്കും, അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. സംഭവിച്ചാൽ അത് വലിയ കേസാവും. അത് വേണ്ട. അതിനിപ്പുറത്തേക്കുള്ള പോലീസ് കേസൊക്കെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഫുഡ് സാമ്പിൾ പരിശോധിച്ചാൽ വിഷം ചേർത്താണെന്ന് മനസ്സിലാവുമല്ലോ. ഇല്ലില്ല, അത്ര ഒരു സാധനമാണ് സാമ്പാറിൽ കലർത്തുന്നത്. എന്താ ചേർത്തതെന്ന് ആർക്കും മനസ്സിലാവില്ല. ആട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഊണ് കഴിച്ച ആളുകളൊക്കെ ഛർദ്ദിച്ചു തുടങ്ങിയാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, പോലീസിൽ അറിയിക്കും. അതൊക്കെ ഒന്ന് കൊഴുപ്പിച്ചെടുക്കണം. കുറച്ച് പാർട്ടിക്കാരെയൊക്കെ കൂട്ടി ഇതൊരു സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റണം.
ഓക്കെ ആണല്ലോ? ഓക്കെ. എങ്കി വാ. ഓക്കെ ആണ് ചേച്ചി. കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ മഹേന്ദ്ര? പറഞ്ഞു. പ്ലാൻ ചെയ്ത സംഭവം നടന്നു കഴിയുമ്പോൾ ഇതൊരു സാമൂഹ്യ പ്രശ്നമാക്കണമെന്ന് പറയുമായിരുന്നു. സുധീഷേ, ആളെ കൂട്ടി ഒരു ജാഥ വേണം. ഒരുപാട് പേരൊന്നും വേണമെന്നില്ല. ഉള്ളവരെ വെച്ച് പഞ്ചരത്നത്തിന്റെ മുറ്റത്ത് ഒരു പിക്കറ്റിംഗ്. അതൊന്ന് വാർത്തയാക്കണം. ആ ഹോട്ടല് പൂട്ടിക്കണം. അഞ്ചെണ്ണവും അന്നം കഴിക്കാനില്ലാതെ എന്റെ മുമ്പിൽ വന്നു നിന്ന് കെഞ്ചണം, യാചിക്കണം. കുറച്ച് ചിലവ് വേണ്ടി വരും. പാർട്ടി സമ്മേളനമൊക്കെ വരുമല്ലേ, സംഭാവന തരും. അതിന് രസീത് വേണ്ട. മഹേന്ദ്ര, പോവാം. ഓക്കെ. പരൽമീനിന് തീറ്റ ഇട്ട് കൊടുക്കും പോലെ ചില്ലറക്കാശ് തന്നെ എന്നെ വിലക്കെടുക്കാൻ നോക്കുന്ന കലാവതി, ഞാനൊരു തിമിംഗലമാണെന്ന് നീ വഴിയേ അറിയും. സുമേഷേട്ടൻ വന്നു. സുമേഷേട്ടൻ ഇങ്ങോട്ട് വരില്ലെന്ന് വിചാരിച്ചു ഞങ്ങൾ. അതെന്താ അങ്ങനെ വിചാരിക്കാൻ? ഞാനിവിടെ വരാതിരിക്കൂ? ഇതുവഴിയല്ലേ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയത്, എന്നിട്ടൊന്നും കേറിയില്ലല്ലോ. കൊള്ളാം. എയർപോർട്ടിൽ നിന്ന് ഞാൻ വീട്ടിലെത്തുന്ന സമയവും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക എന്റെ അമ്മ. ഇതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് വൈകിയാ തീർന്നു. എന്ന് വെച്ച് നിങ്ങളോട് സ്നേഹമില്ലാന്നല്ല, അതല്ല ഞാനിപ്പോ ഓടി ഇങ്ങോട്ട് വന്നത്. എന്നാലും വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറയായിരുന്നു. അത് മനഃപൂർവ്വ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഞങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ചു. ആ സങ്കടങ്ങളൊക്കെ മാറ്റാനുള്ള സാധനങ്ങളുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ചേട്ടാ, അകത്തേക്ക് വാ. ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ടിക്കറ്റ് കിട്ടിയത്. പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. എന്നാലും വരവറിയിക്കാത്തതിന്റെ ഒരു പിണക്കം മാറ്റാൻ ഇതൊക്കെ മതിയാവും അല്ലേ? സമ്മാനങ്ങളിലൊക്കെ എന്താ സുമേഷേട്ട കാര്യം? ബന്ധങ്ങളാ വലുത്. നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം നിനക്ക് എന്നെ ഇരിക്കട്ടെ. സാരിയാ, ഇഷ്ടപ്പെട്ടോ നോക്ക്. നിനക്കുള്ള ചുരിദാർ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ. ഇത് നിനക്കുള്ള ചുരിദാർ. ഇഷ്ടായോ അമൃതയ്ക്ക്? ഇഷ്ടായി, നന്നായിരിക്കുന്നു. എന്റെ ചുരിദാർ നല്ലതാ. സുമേഷേട്ടൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഫംഗ്ഷൻ ഇടാൻ ഒന്നാം തര. അല്ല, നീ എന്തൊന്നും മിണ്ടാത്തെ? ചുരിദാർ ഇഷ്ടായില്ലേ? ഇഷ്ടായി, പക്ഷെ ഇതേ കളർ ഉള്ളത് എനിക്കുണ്ട്. കളറല്ലേ ഒരുപോലെയുള്ളൂ. ഇത് നല്ല മെറ്റീരിയലാ, ഡിസൈനും വേറെയല്ലേ? മനസ്സിലായി. എന്നാ ഇത് മതി. ഇതെന്താ സുമേഷേട്ടാ, അപ്പൊ ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാതെ ഞാൻ ഇങ്ങോട്ട് വരുവോ? ഇത് നല്ല ചോദ്യം. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ജീൻസും ടോപ്പോ അളവ് കറക്റ്റ് ആണോ നോക്ക്. ഇനിയുള്ളത് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ളതാ. കുറച്ച് സീറ്റ്സും കോസ്മെറ്റിക്സും. അല്ല, നീയല്ലേ ഇതിന്റെ ആള്? എടി, നിനക്ക് മാത്രല്ല കേട്ടോ. അമൃതമോളെ, അരിയുടെ വേവം നോക്കൂ. മോളെ നോക്കിയാലേ ശരിയാവുള്ളൂ. ഞാൻ അടുക്കളയിലേക്കൊന്ന് ചെല്ലട്ടെ. സുമേഷേട്ടന് പതിയെ പോയ പോരെ?
എനിക്ക് 1-2 ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ സാധനങ്ങൾ എത്തിക്കാനുണ്ടായിരുന്നു. എന്തായാലും ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ഊണ് റെഡിയായ ആദ്യത്തെ ഊണ് സുമേഷ് ഏട്ടനാ. അതത്രേ ഉള്ളൂ. ഹോട്ടൽ പഞ്ചരത്നത്തിൽ വന്നിട്ട് ഉണ്ണാതെ പോവില്ല. ഇവിടത്തെ ചോറും സാമ്പാറും അതല്ലേ എന്റെ ഫേവറേറ്റ്. അനിക്കേ ഇത് പിടിക്കേ. ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവണ്ട. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. ഇവിടെ വ്യത്യാസം ഉണ്ടാവില്ല. എനിക്കിപ്പോഴും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ലടാ. അവസാന നിമിഷത്തില് ചില അപ്രതീക്ഷിത തിരിച്ചടികൾ കിട്ടിയ ചരിത്രം എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കരുത്. പഞ്ചരത്നം പൂട്ടിക്കണം. ഫുഡ് പോയിസന്റെ പേരില് 5 എണ്ണവും കോടതി കയറി ഇറങ്ങണം. ഒരിക്കലും സ്വസ്ഥതയുണ്ടാവാതെ പട്ടിണി എന്താണെന്നറിയുമ്പോ വരണം എന്റെ കാൽ ചുവട്ടിലേക്ക്. കൊണ്ടുവരും ചേച്ചി. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസും കോടതിയൊക്കെ ആയിട്ട് പിള്ളേർ കയറി ഇറങ്ങുമ്പോൾ അളിയനോടായിരുന്നാ മതി. ചന്ദ്രൻ അനങ്ങില്ല മഹി. ഞാൻ നൂലിൽ കെട്ടിയിട്ട പട്ടമാണ് അയാള്. എങ്ങോട്ട് തിരിയണം, ഏത് കാറ്റത്ത് പറക്കണമെന്നേ ഞാൻ തീരുമാനിക്കും. ആ പ്രോപ്പർട്ടി അത് നമുക്ക് വേണം മഹി. അതിന് നമ്മൾ ചുക്കാൻ പിടിച്ചാ മതി. വഴിമരുന്നൊക്കെ ചന്ദ്രൻ തന്നെ ഇട്ടുതരും. അഞ്ച് പെമ്പിളരും അഴിയെണ്ണിയാ അതീപരം സന്തോഷം എനിക്കില്ല. 5 പറയരുത് ചേച്ചി. 4 വെട്ടി ചുരുക്ക്. അമൃത എനിക്ക് വേണം. എന്റെ അടങ്ങാത്ത മോഹം. അത് നിസ്സാരമല്ലേ മഹി. കേസും കോടതിയുമായിട്ട് ആദി പിടിച്ച് നടക്കുമ്പോ ഒരു രക്ഷകനായിട്ട് നീ അമൃതയുടെ മുമ്പിൽ അങ്ങ് അവതരിച്ചാ മതി. അവളെ മാത്രം കെട്ടി ഇങ്ങ് കൂടെ കൊണ്ടുവന്നാ മതി. മറ്റ് 4 എണ്ണത്തിനെയും വഴിയാധാരമാക്കാൻ അവളെ പാകപ്പെടുത്തി എടുത്താ മതി. പഞ്ചരത്നത്തിലെ ഇന്നത്തെ ഉച്ചയോണോടുകൂടി നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കും.